ദൈവമേ, ഏത് തെണ്ടിയാണ് ഈ വെൽക്കം കണ്ടുപിടിച്ചത്? ഛേ, ഈ എല്ല് ശരിയാവുന്നില്ലല്ലോ. ഈ എല്ലൊക്കെ കൂടി ഞാൻ എവിടെ കൊണ്ടേ വെക്കും? നിന്നെ ഇന്ന് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ, പണിയെടുത്തോണ്ടിരിക്കുമ്പോ ഒച്ചത്തിൽ വിളിക്കണമെന്ന്. ഈ എല്ല് ശരിയാവില്ല. ഈ പണ്ടാരം എവിടെയാണെന്ന് ഫിറ്റ് ചെയ്യേണ്ടത്? നിന്റെ ഒടുക്കത്തെ എല്ല് പോയി. ആ എല്ലല്ല ഞാൻ ചോദിച്ചത്, ഈ എല്ലിന്റെ കാര്യോ? എല്ലോ അത് ഏഴല്ലേ? എടാ, പണിക്കിറങ്ങിട്ട് 5-8 കൊല്ലമായില്ലേ, ഇതുവരെ വെൽക്കം എന്ന് എഴുതാറിയാൻ പാടില്ലെങ്കിൽ നിന്നെയൊക്കെ എന്തിനു കൊള്ളാടാ? പുതിയ ലിബിയാന്റെ പേരില്ല, പഴയ ലിബിയാന് താർത്തേനെ. അതെ, ഈ കഴിഞ്ഞിട്ട് ഒരല്ലാണോ അതോ രണ്ടല്ല? അതൊക്കെ നീ മനസ്സിൽ തന്നെ ചെയ്താൽ മതി, ഒക്കെ ശരിയാണ്. ഈ കേശവനോട് പോയി ആര്? പോഞ്ഞിക്കരോ? അയാൾ അവിടെ ഇവിടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ, ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. ഈ അരവട്ടന്മാരൊക്കെ എന്തിനാ പണിക്കൊണ്ട് നടക്കണത്? കുട്ടിയായിട്ട് കളിച്ചിട്ട് കോണിങ് എടുത്തോണ്ട് പാടോ. എന്തിനാടാ കോണി? വയറൊന്ന് മുകളിലേക്ക് എടുക്കാനാ. വയറ് മുകളിലേക്ക് എടുക്കാൻ എന്തിനാടാ? ദേ ഇങ്ങനെ ബ്രീത്ത് പിടിച്ചാ പോരെ? ആ വയറല്ല, ഈ വയറൊന്ന് പൊക്കി മുകളിലേക്ക് എടുക്കാനാ. അതിനാണ്. എന്നാ നീ തൈസി ചവിട്ടി കയറിക്കോ. പേടിക്കണ്ട, നീ തൈസി ചവിട്ടിക്കോ. ആദ്യം തൈസി ചവിട്ടാ, പിന്നെ ഷോൾഡറിൽ കയറി. അങ്ങനെയാണോ വിങ്സ്? 3 കൊല്ലം മടിപ്പിച്ച് മിസ്റ്റർ പോഞ്ഞിക്കരി ഇത് വെറുതെ അല്ല. കേറാൻ തൈസി ചവിട്ടി കയറ്. ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിനെ നീ ഇപ്പൊ ഉണ്ടാക്കിയതാണോ? പോടാ നീ, പോടാ പട്ടി. ഓ, ഞാൻ ആളാരാന്നറിയാൻ വേണ്ടി വിളിച്ചതാ. കേറിക്കോളൂ. ഇത് ഏത് ഭാഷ? എന്താ ഇത്? വെൽക്കം. വെൽക്കോ? ഇത് മെൽക്കോ ആണ്. ഓഹോ, അങ്ങനെയും വായിക്കാമോ? നിങ്ങൾക്ക് ഇവിടെ പന്തൽ കെട്ടാൻ വന്നതോ അതോ സർക്കസ് കളിക്കാൻ വന്നതോ? ഇങ്ങനെയുള്ളവന്മാരുടെ ശല്യം കൊണ്ടാ ചിലരൊക്കെ കല്യാണം ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റിവെക്കുന്നത്. എന്ത് പണിക്ക് വന്നവരായിക്കോട്ടെ, പന്തൽ പണിക്ക് വന്നവരായാലും ശരി, പട്ടി പഠിക്കാൻ വന്നവരായാലും ശരി, ചെയ്യുന്ന പണി വെടിപ്പായിട്ട് ചെയ്യണം. മനസ്സും കരങ്ങളും ഒരേ സ്ഥലത്ത് നിലനിർത്തണം. എന്നല്ലേ പ്രമാണം വെല്ലിപ്പ? എന്താ ശരിയല്ല മാവ? ശരിയല്ലെന്ന്. എടോ ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയണോ? ശരിയാ. പിന്നെന്താ പ്രശ്നം? ഏതാ ചെറുപ്പക്കാരൻ? അയ്യോ, മുഴുവൻ കുടിക്കാൻ പോവാ. എല്ലാവർക്കും കൊടുക്കണ്ടേ? മോളുടെ കയ്യിൽ ഇതാരാ തന്നുവിട്ടത്? ഇതൊക്കെ താഴ്ത്തു വീണ് പൊട്ടില്ലേ? മാമൻ കൊടുത്തോളാം കേട്ടോ. അയ്യേ, മാമൻ കൊടുക്കാന്നോ? മാമോ അല്ല, മാമൻ. അങ്കിൾ. എടോ, ഇതൊന്ന് കേറ്റേ. താങ്ക് യു. അത് കേറ്റാനല്ല, ഈ ബാഗ് ഒന്ന് കേറ്റാൻ. ഇനി ഇതെടുത്ത് കുടിച്ചേ. ഒരാള് കുടിച്ചതിന്റെ ബാക്കി ഞാൻ കുടിക്കില്ല. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. പിന്നെ കണ്ട തെണ്ടികളുടെ വേസ്റ്റ് കുടിക്കാൻ പോലെ. ഇവൻ എന്താ ഇത്ര വൈകിയെന്നോ? കല്യാണത്തിന് തലേന്നെത്തിട്ട് അവളുടെ ഒരു പരാതി കേട്ടില്ലേ? ഇത്തിരി തണുത്തത് കഴിച്ചിട്ടാവാം ചൂടുള്ള വിശേഷങ്ങൾ. ആന്റി, അങ്കിൾ. എന്താ ഇത്? അഹമ്മതി കാണിച്ചിട്ട് നീ ചിരിക്ക. സോറി. എന്ത് സോറി? കുട്ടികളായാൽ കുറച്ച് അടക്കൊതുക്കൊക്കെ വേണം. എനിക്കതിന് കുട്ടികളായിട്ടില്ലല്ലോ. അതല്ല, പെൺകുട്ടികളായാലും ഇതുപോലെ ലോറി പായണ പോലെ കിടന്ന് പായാൻ പാടില്ല. അതിന് ഞാൻ സോറി പറഞ്ഞില്ലേ? എന്ത് തോന്നിയ കാണിച്ചിട്ട് സോറിയോ? സായിപ്പന്മാർ ഒരു വാക്ക് കണ്ടുപിടിച്ചു സാരി. പിന്നെ ഞാൻ എന്താ വേണ്ടേ? ഈയുടെ കാല് പിടിച്ച് കരയണോ? അത് ശരി. ആരാ ഇവിടെ സിമ്പിൾ അടിച്ച് കഥാപ്രസംഗം ഉണ്ടോ? സിമ്പിളൊന്നുമല്ല, തലലിശയിൽ പത്രം വീണതാ. മണ്ട അലങ്കരിക്കാൻ പോയപ്പോ. മണ്ടയല്ല, മണ്ഡപം. മണ്ഡപം അലങ്കരിക്കാൻ കൊണ്ട് പൂക്കളാണ് ഈ കുട്ടി നശിപ്പിച്ചത്. എന്ത് നശിപ്പിച്ചു? അതെല്ലാം പെറുക്കി എടുത്താ പോരെ? ഓഹോ, അങ്ങനെയാണ്. എന്നാ പെറുക്കി എടുക്കൂ കുട്ടി. അല്ല, നീ ഏതായി കുട്ടി? ഈ കുട്ടി ഇവിടത്തെ കുട്ടി, ഗൗരി കുട്ടി, കല്യാണ പെണ്ണേളായ കുട്ടി. ഓഹോ, കണ്ട മൂത്തതാ. കല്യാണ പെണ്ണാവാതിരുന്ന ഭാഗ്യം, അല്ലെങ്കിൽ കിട്ടുന്നവൻ പണ്ടാറടങ്ങി പോയനെ. വേഗം പെറുക്കി എടുത്തോണ്ട് വാ കുട്ടി. ഇയാൾ ആരാ? അയ്യോ,
എല്ലാം മനസ്സിലായില്ലേ? ഞാൻ ഇവിടുത്തെ കാര്യസ്ഥൻ UPP മേനോൻ. അതല്ല, അയാൾ ആരാ? ആ അതല്ലേ കല്യാണരാമൻ. ഏ? സദ്യവട്ടങ്ങൾ ഒരുക്കാൻ ഇവരെ കഴിഞ്ഞിട്ടേ നാട്ടിൽ വേറെ ആളുള്ളൂ. അത്രയ്ക്ക് കേമുമാ അവരുടെ സദ്യ. തിരുവിതാംകൂർ മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് പുട്ടിൻകടലയും അല്ല പട്ടുംവളയും വാങ്ങിച്ചിട്ടുള്ള കുടുംബക്കാരാ അവര്. അറിയാവോ? അപ്പൊ പാചകത്തിന് വന്നിരിക്കുന്ന ആളാ? അതെ. ഇയാള് ശൗന്തളയ്ക്ക് പഠിക്കുക, കാലുമ്പോ ഗർഭം കൊണ്ടോ? ഇങ്ങോട്ട് മാറേ. ഒരു കാര്യം പറഞ്ഞ സമയത്ത് ചെയ്യരുത്. മനുഷ്യന് ജീവിതത്തിൽ ഉയർച്ചുണ്ടാവണമെങ്കിൽ കല്ലിലും മുള്ളിലും തോണി ഗർഭവനമുണ്ടാ? ഓടോ. അതെ, എന്താ ഇവിടെ പാചകത്തിന് വന്നിരിക്കുന്ന ആളല്ലേ? അതിന് എന്നിട്ട് എത്ര വാചകം? ഇയാള് കലവറയിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാ മതി. കല്യാണ വീട്ടിലെ കാര്യസ്ഥനാവാൻ നോക്കണ്ട. ഇവിടെയുള്ള പെൺകുട്ടികളെ ഭരിക്കാനും വരണ്ട. മനസ്സിലായോ? അമ്മയോ? ഇവിടെ പറഞ്ഞ ഈ തെക്കേടത്ത് രാമൻകുട്ടി ഒരു കല്യാണം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ഭംഗിയാക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അല്ലാതെ ഇവിടെ ഉണ്ടാക്കുന്ന സദ്യ മാത്രം ഗംഭീരായ പോരാ. ഇയാളെ കല്യാണം മൊത്തത്തിലും കോൺട്രാക്ട് എടുത്തിരിക്ക. എന്താ സംശയം? പന്തല കസേര മേശ അലങ്കാരപ്പണികൾ, ഇലൂമിനേഷൻ, ലൈറ്റ് ആൻഡ് സൗണ്ട് വിത്ത് ജനറേറ്റർ, ചെമ്പ്, വാർപ്പ്, ഉരുളി, മറ്റു പാത്രങ്ങൾ ഉൾപ്പെടെ 18 തരം കറികളും 2 പായസം അടങ്ങുന്ന ഗംഭീര സദ്യയും. തെക്കേടത്ത് ട്രാവൽസിൽ നിന്ന് ഈ കല്യാണത്തിന് വേണ്ടി ഓടാൻ തയ്യാറായി നിൽക്കുന്ന 7ഓളം കാറുകൾ. പിന്നെ തന്റെ ഫാദർ തമ്പി സാർ പറഞ്ഞിരിക്കുന്ന ഈ കല്യാണം ഗംഭീരാക്കി കൊടുക്കണമെന്നാണ്. മനസ്സിലായോ? എന്താ രാമൻകുട്ടി, നിന്റെ അച്ചുവേട്ടനെയും പണിക്കാരെ ഇതുവരെ കണ്ടില്ലല്ലോ. അച്ചുവേട്ടൻ ഇന്ന് അവരെ ലേറ്റ് ആയ ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? തമ്പി സാർ ടെൻഷൻ ആവാതിരിക്കുക, അവര് കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തും. മോളറിയില്ലേ രാമൻകുട്ടിയെ? ഇവരെ വെറും പാചകക്കാരായിട്ട് കാണരുത്. തെക്കേടത്തുകാരെന്ന് പറഞ്ഞാൽ വലിയ തറവാട്ടുകാരാ. ഇവർക്കിവിടെ ഒന്നിനും ഒരു കുറവുണ്ടാകരുത്. കുട്ടികളോട് അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം സാർ? ഇവിടെ വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ അങ്ങോട്ട് ചെയ്തോ. സാർ സാറിന്റെ കാര്യങ്ങൾ നോക്കും. അല്ല, ബാങ്കിലൊക്കെ ഇരുന്ന് ആഭരണങ്ങൾ എടുത്തോ. നാളെ ഞായറാഴ്ച. ഞാനതങ്ങ് മറന്നു. ഉറപ്പിച്ച നന്നായി. കണ്ട, ഈ മറവി ഏത് കല്യാണ വീട്ടിലും പതിവാ. ഈ കുരുന്ന പ്രായത്തിനിടയിൽ 100-300 കല്യാണം നടത്തിയിട്ടുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ രാമൻകുട്ടി ഇങ്ങനെ പലതും പറയും, ഓർമ്മപ്പെടുത്തും. പക്ഷെ അതിനെ ഇങ്ങനെ പാചകക്കാരന്റെ വാചകം എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കരുത്. അതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യാതാകത്ത് പോയി തടിയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കുക. ഇങ്ങോട്ട് പോരട്ടെ. ആവശ്യം അച്ഛേ, ഞാൻ എപ്പോഴാ ഇറങ്ങണ്ടേ? മുത്തച്ഛൻ അവിടെ ഇരുന്നോ? രാമൻകുട്ടി എവിടെ? പന്തലിന്റെ പണിയൊക്കെ തീർന്നു. ഇത്തിരി അലങ്കോലപ്പണി മാത്രം ബാക്കിയുണ്ട്. അലങ്കോലപ്പണിയോ? അലങ്കാരപ്പണി എന്നാണ് അവൻ ഉദ്ദേശിച്ചത്. അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും, അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. കൊളാക്കി. വാ വാ വാ. അച്ചു എത്തിയോ? സദ്യ ഒക്കെ നമുക്ക് കേമാക്കണം കേട്ടോ. പിന്നെന്താ? അടുപ്പ് കൂട്ടലൊക്കെ ആ ഭാഗത്തായിക്കോട്ടെ. ശരി. മേനോനെ, എയർപോർട്ടിലേക്ക് വണ്ടി വിട്ടോ? വിട്ടോ? വിട്ടില്ലല്ലേ? വിടാം. എന്താ ഈ കാണിക്കണേ? വൈകി അങ്ങ് മാറിക്ക്. പൊങ്ങണില്ല ചേട്ടാ. പൊങ്ങണില്ല എന്നുള്ളത് ഇങ്ങനെ വിളിച്ചു പറയണ്ട. എല്ലാവരും കേട്ടാ എന്താ വിചാരിക്കുക? വെറുതെ അല്ല ഈ പണ്ടാറിന്റെ അകത്തിരിക്ക. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ? താ കേൾക്കണത് എങ്ങനെയാ? ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. പിന്നാമ്പറത്തിരുന്ന് ഉരുളി കയറ്റിയുണ്ടോ ചേട്ടാ? എന്നാലും വണ്ടി നിറക്കുമ്പോ എല്ലാം നോക്കിയേക്കും. മുത്തശ്ശനെ കയറ്റിയുണ്ടോ? വണ്ടി നിറങ്ങാൻ വിളി തുടങ്ങിയിട്ടുണ്ട്. ചെല്. അൻപരുക്ക് അൻപനെ ആടുപട്ടയായി സൂക്ഷിച്ച് എന്ത് തല്ലിപ്പുള്ളി പാട്ട്. മുത്തച്ഛനോട് ഒരു കാര്യം പറഞ്ഞേക്കാം. കുരുത്തക്കേടൊന്നും ഒപ്പിക്കാതെ കലവറയുടെ അവിടെ എവിടെയെങ്കിലും അടങ്ങി. അതെ, കല്യാണ വീടാണ്. തൈക്കളവുമാരായ മുത്തച്ഛിമാര് കാണും. ലൈൻ എടുക്കാൻ നിൽക്കണം. അയ്യോ, ഇതെന്തോ പറ്റി? ഇതിനെവിടെ കൊണ്ടുപോവാ? സാമ്പാറിനിടാൻ കൊണ്ടുപോവാണ്. മുരിങ്ങാക്കോലിന് പാന്റ് ചുപ്പിടിച്ചിട്ട്. മുരുകക്കോലൊക്കെ ഈ പരുവായോ? എന്താ ടയേർഡായാ? എന്നാ നീ എന്റെ പുറത്ത് കയറിക്കടാ. അപ്പൊ മുത്തച്ഛന് മുത്തച്ഛൻ നിന്റെ മുഖത്തല്ലിരിക്കണത്. അതിന്റെ വെയിറ്റ് എനിക്ക് വരില്ലല്ലോ. നീ കയറിക്കടാ. ഒന്ന് പോയേ. എങ്ങോട്ടാ? വിക്രമാദിത്യന് വേതാളം കൂടെ. എടാ, നിന്നെ വേതാളെന്ന് വിളിക്കുന്നു. മിണ്ടാതിരി, ഞാൻ കൊണ്ടേ അടുപ്പിൽ വെക്കിട്ടോ. ഇവിടെ പ്രതിഷ്ഠിക്കൂ. കൊടയല്ലേ, പുരാവസ്തുവാ. ഒരു തൈ ഇരിപ്പുണ്ടല്ലോ. തയ്യെങ്കി തൈ. തൈപ്പൂയ കാവരിയാട്ടം തയ്യ. I am Padlal. Your suit name please? ഭവാനി. ഭവാനി, ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. പോയെ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഭവാനി ആ കുലകൾക്കിടയിലേക്ക് വരുമോ? മൗനം സമ്മതം.
പിടിച്ചത്? അവൻ ആ പെൺകുട്ടികൾ എന്തോ വൃത്തിയായിട്ട് കാണിച്ചാ. അയ്യോ ഞാനല്ല, ഈ മുത്തച്ഛന് ആ മസാല ദോശ എന്തോ ചെയ്തു. മസാല ദോശ? മദാലസ. മദാലസ. മുത്തശ്ശന് ഇത് എന്തിന്റെ കട? വയസ്സാം കാലത്ത് പെമ്പിളരെ കാണുമ്പോ എന്താ ഒരു ഇളക്കം? എടാ, നിന്റെ മുത്തശ്ശിയിലൂടെ ഒരു വർഷത്തോടാ ഞാൻ ജീവിച്ചുള്ളൂ. ചിലപ്പോ അതിന്റെ ആയിരിക്കും. ഈശ്വര, ഇത്തവണ സാമ്പാർ ശരിയാവണേ. സൂക്ഷിച്ച് പിറകു താഴെ. എന്റെ മുത്തശ്ശനടുത്ത സദ്യക്കുണ്ടാവണേ. ഓ ഈശ്വര, ഒരാപത്തും വരുത്തല്ലേ. കൊണ്ടുപോയി ഉടക്കി. ഇതിലേതാണ് കല്ല്? നാറിയല്ല, പ്യാരി. എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത്? അതെ, ഞാൻ തേങ്ങ കൊടുത്തപ്പോഴേ ഒരു പീസ് വെള്ളത്തിൽ പോയതാണ്. ആഹാ. കൈപ്പുണ്യം ഉണ്ടാവണേ. തേങ്ങയ്ക്ക് ഗ്രിപ്പ് കിട്ടണേ. ആഹാ, ഇതിനകത്ത് ചെരവയായിരുന്നു. മുതുമുത്തച്ഛന്മാരായിട്ട് ഉപയോഗിച്ചിരുന്ന ചെലവയാ. ഞങ്ങൾ ഇതിന്നെ തുടങ്ങാറുള്ളൂ വിഘ്നേശ്വര. ഇന്നാ പൂഞ്ഞിക്കര. ആ കൊള്ളാം. അല്ലെങ്കിലും ഗുരുഭക്തി നല്ലതാ. ഗുരുഭക്തി ഒന്നുമല്ല, ഗണപതിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ തുടങ്ങാൻ. തടസ്സങ്ങളില്ലാണ്ട് പോണല്ലോ. തടസ്സങ്ങളില്ലാണ്ട് തന്നെ പോണത്. 2 ദിവസമായിട്ട് ലൂസ് മോഷനാ. എന്നേ ചിരട്ടം കൂടി വിഴുങ്ങിക്കോളൂ, അടഞ്ഞോളും. അവിടെ വീൽ ചെയറിൽ ഒരു സാധനത്തിനെ കൊണ്ടിരുത്തിയിട്ടില്ലേ, അതിന് കൊണ്ട് കൊടുക്ക്. ഒന്നും മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ദേ, ആയുധം വെച്ചിട്ടുള്ള കളിയാ, അറിയോ? ആയുധം വെച്ച് കളിക്കാൻ ഇയാൾ ആരോ മത്സരം. നമസ്കാരം. വരണം വരണം. സാർ മാല. രാമൻകുട്ടി ഈ മാല ഒന്ന് എവിടെ മോനെ ഇത്? ആ, ഈ ആളുകളൊക്കെ വിളിച്ചിട്ട് വന്നാണോ? ദൈവത്തിന് മാത്രം അറിയാം. ഈ പിള്ളേരൊരു കാര്യം. താൻ എന്തേ കാണിച്ചേ? ഒരാടെ മുറിയിലേക്ക് കടന്നു വരുന്നത് ഇങ്ങനെയാ? അറ്റ്ലീസ്റ്റ് ഒന്ന് മുട്ടണ്ടേ? ഞാൻ വന്ന് മുട്ടില്ലോ. കുട്ടി ഇരിക്കൂ. എനിക്കടോ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുടെ മുറിയിലേക്ക് ഒരു അന്യ പുരുഷൻ, അതും അനുവാദം കൂടാതെ കിടന്നു വരുമ്പോൾ ഇങ്ങനെ സംസ്കാരമില്ലാതെ പെരുമാറാൻ കുട്ടി ആരാ പഠിപ്പിച്ചത്? തനിക്കിത് എന്തിന്റെ കേടാ? എനിക്കൊരു കേടുമില്ല. കുട്ടിക്ക് എന്തെങ്കിലും കേട് പറ്റിയോ? താൻ എന്തിനെ ചൂടാവണേ? താൻ അവിടെ വെച്ച് എന്നെ ആദ്യം ഇടിച്ച്, അപ്പൊ ഞാൻ ഇവിടെ നിന്ന് തന്നെ ഇടിച്ച്. ഇപ്പൊ നമ്മൾ തമ്മിലുള്ള പ്രശ്നം തീർന്നില്ലേ? ഇല്ല, പ്രശ്നം തീർന്നില്ല. ഇനി എന്താ പ്രശ്നം? മാല 2 പുതിയത് വാങ്ങണം. ഓ, അത് ശരിയാ. ഒരു ചെക്കനും പെണ്ണും ഉപയോഗിച്ച മാല വേറൊരു ചെക്കനും പെണ്ണും ഉപയോഗിക്കാൻ പാടില്ല. എന്തോന്ന്? അല്ല, വേറൊരു പുതിയ മാല വാങ്ങിക്കണമെന്ന് പറഞ്ഞതാ. ആ, എന്നാ ദഹനക്കാരൻ ചെല്ല്. ആരാ? ദഹനക്കാരൻ. അറിയാണ്ടൊരു മാല ഇട്ടപ്പോ ഇങ്ങനെ. അപ്പൊ ഞാൻ ശരിക്കും ഒരു മാല ഇട്ടിരുന്നെങ്കി എന്റെ അമ്മോ. സവാള ഗിരി 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 ഗിരി. സവാള ഗിരി 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 ഗിരി. താനൊന്നും മിണ്ടാതിരിക്കണ്ട. ഈ വാർപ്പിന്ന് എന്റെ കോൺസെൻട്രേഷൻ പോണു. പിന്നെ വാർപ്പിന് പരീക്ഷ എഴുതല്ലേ, പണി എടുക്കണോ? അന്നെ പോലുള്ള ആളുകളാ മുത്തച്ഛനെ ചീത്തേക്കുന്നെ. ഇത് തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. അതിലിത്തിരി ജീരകത്തിന്റെ കുറവുണ്ട് കേട്ടോ, കുറച്ചുകൂടി പിടിച്ചിട്ടുള്ളൂ. പോഞ്ഞിക്കരെ, ഇതിൽ മസാല പിടിച്ചിട്ടില്ലല്ലോ. ഞാൻ മസില് പിടിച്ചിട്ട് തന്നെയാണ് ഇളക്കണത്. മസില് പിടിക്കുന്ന കാര്യമല്ല, മസാല. ഇതിലാരാ ചേരുവ ചേർത്തത്? ഞാനാ. ആ, അതെന്നെ. എങ്ങനെ വെറുതെ അല്ല, എല്ലായിടത്തും അച്ചുകൊണ്ട് കയ്യത്രോന്ന് പറഞ്ഞ എന്താണോ തേയിലുള്ളിൽ കളിക്കാ? അതിട്ടങ്ങടെ കളിക്ക. എന്താ അവിടെ? ഒരു കോട്ട് ഇടാൻ പാടില്ലേ? ഇത് പിന്നെ രുചിച്ചു നോക്കേണ്ട കാര്യമില്ല. കൈപ്പുണ്യത്തിന്റെ ഒരു മണം തന്നെ അടിക്കണ്ട്. നീ ഒന്ന് രുചിച്ചു നോക്കിട്ട് കാര്യം പറ. സിഗരറ്റും ബീഡിയും വലിച്ചിട്ട് എന്റെ നാവിന്റെ രുചി പോയി കിടക്കുക. ആഹാ, അച്ചോണ്ട പോലെ തന്നെ. അതെന്താ സാമ്പാറിന് താടി മീശ ഉണ്ടാ? കൂടുതൽ ഇളക്കല്ലേ. ഇളക്കണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോവാ. എടോ, താനെങ്ങനെ പോണേ? അപ്പൊ എന്തിനാ ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറയണേ? ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കാനാണ്. എന്നാ പിന്നെ അത് പറ. കേട്ടില്ല പന്നി. ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കാനാണ്. എനിക്ക് ടെൻഷൻ ഒന്നും, ഞാൻ 2 കാലം അടുപ്പിൽ വെച്ച് കത്തിക്കിട്ടു. അപ്പോഴേ നീ പഠിക്കുള്ളൂ. എടാ, ആ കിണ്ടി എങ്ങനെ തക്കോട് തിരിച്ചു വെക്കുന്ന ലക്ഷണക്കേടാ. ഓ, അതല്ലേ. കിണ്ടി തിരിച്ചു വെക്കാൻ പറഞ്ഞ നീ എന്തിനാ തിരിഞ്ഞിരുന്നത്? ആ, കിണ്ടിന്നാണല്ലേ പറഞ്ഞത്. ഞാൻ കേട്ടത് കുണ്ടിന്നാ. സോറി, തെറ്റിദ്ധരിച്ചു. ആ, അങ്ങനെ വെക്ക്. കിണ്ടിയുടെ വാൾ തക്കോട്ട് വെക്കുന്ന ഉദയത്തിലേക്ക് മാത്ര. ഈ ചട്ടു എങ്ങനെ തെക്കോട്ട് തിരിച്ചു വെക്കാമോ മുത്തച്ഛാ? അറിയാക്കണ്ട. ക്ഷേത്രവും വഴിപാടൊന്നും ഇല്ലാത്തവന് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ ഇതെവിടെയായിരുന്നു? ആരും കാണാണ്ട് കൊണ്ടുവരണ്ടേ? നല്ല അസല് മിലിറ്ററി സാധന. ഒരെണ്ണം കഴിച്ചാ മതി. പടവലങ്ങി. അയ്യോ, ആ പൂഞ്ഞിക്കര കാണണ്ട. ഗ്ലാസിനകത്തിരിപ്പുണ്ട്. സോഡ എടുക്ക്.
എന്റെ വാപ്പണത് പോയി. ഓ, അയ്യോ കമ്പി സാറ് അല്ല തമ്പി സാറ്. എന്താണ് ഏട്ടനും അനിയനും കൂടി? അല്ലത് മൂത്രമൊഴിക്കാൻ. മൂത്രമൊഴിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാനൊരു കമ്പനിക്ക് സോഡ ഒഴിച്ചു കൊടുക്കാൻ. സോഡ ഏട്ടന് വീക്ക്നെസ്സാ. സംഗതി മനസ്സിലായി. കിട്ടിയ തക്കത്തിന് രണ്ടുപേരും കൂടി മദ്യപിക്കാനുള്ള പുറപ്പാടാണല്ലേ? നിങ്ങൾ ഇത്രക്കാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല സാർ അത് വേണ്ട, ഒന്നും പറയണ്ട. ഇതൊരു മംഗളകർമ്മം നടക്കാൻ പോകുന്ന വീടാണ്. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി രഹസ്യമായിട്ട് മദ്യപിക്കാൻ പോകുന്നു. ഇത് എവിടുത്തെ മര്യാദയാ? അതും പെണ്ണിന്റെ അച്ഛനായ ഞാനിവിടെ പച്ചയായിട്ട് നിൽക്കുമ്പോ മിഴിച്ചു നിൽക്കാതെ ഒഴിക്കട്ടെ അച്ചു. സാറ് മദ്യപാനം കുടിക്കോ? വല്ലപ്പോഴും. പലപ്പോഴും അല്ല വല്ലപ്പോഴും. നീ ആ ഗ്ലാസ് എടുക്ക്. സാറിന് കുറച്ച് കൊടുത്താൽ മതി. ഗ്ലാസ് എടുക്കാൻ പോട്ടെ. ഫിറ്റാവില്ലേട്ടാ, തണുപ്പിന് സോഡ കുറവാ. സാറ് കഴിക്കുന്നു കരുതിയില്ല. ഞാനോ ഒട്ടും കരുതിയില്ല. ഇന്നത്തെ ദിവസം കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്നാടാ കഴിക്കണത്? അകത്താണെങ്കിൽ കാരണവന്മാരുടെ ബഹളം. എന്താ ചെയ്യ? അലമാരിയിൽ നിന്ന് ബോട്ടിൽ എടുക്കാന്ന് വെച്ചാൽ മോൾ അതിന്റെ മുന്നിൽ നിന്ന് മാറുന്നില്ല. ഈ കുട്ടി കുറച്ച് കഴിഞ്ഞ് നമുക്കത് അടിച്ചു മാറ്റാം. ഇപ്പൊ ഇതിന്ന് തുടങ്ങാം. എന്റെ അച്ചു ഒന്ന് മുട്ടിക്കടാ. ഞാനും. ഓ